നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങ് ഡൽഹിയിൽ കോൺഗ്രസ് അംബേദ്കർക്ക് വേണ്ടി പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അംബേദ്കറിനെ BJP അവഹേളിച്ചു എന്ന ആരോപണം ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് മുഴക്കവെയാണ് ഇങ്ങ് കേരളത്തിൽ നിന്നും സനാതന ധർമ്മത്തിനു വേണ്ടി മുറവിളി ഉയരുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കേരളത്തിന്റെ അടുത്ത സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിയുമായ VD സതീശനാണ് സനാതന ധർമ്മത്തിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലെഗസിയാണത്, സാംസ്കാരിക പൈതൃകമാണ്. അദ്വൈതവും അതുപോലെ തത്വമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ വെച്ച് നടത്തിയ പരാമർശങ്ങളാണ് VD സതീശനെ പ്രകോപിതനാക്കിയത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സനാതന ധർമ്മത്തിനെതിരെ വിമർശനമുയരുമ്പോൾ അതിനെ എതിർക്കാനും പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാനും VD സതീശനെ പോലെ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഓടിയെത്തിയതിൽ യാതൊരു അപാകതയും ഇല്ലതാനും. ഏറ്റവും മികച്ച ഇസമായ സനാതന ധർമ്മത്തെ സംഘപരിവാറിന് സംഭാവന ചെയ്യുകയാണത്രേ പിണറായി വിജയൻ. അതിനെ എന്തായാലും എതിർത്തേ പറ്റൂ. സനാതന ധർമ്മത്തിലെ ഒരാശയവും പിൻപറ്റാത്ത സംഘപരിവാറിന് ചുമ്മാ എടുത്ത് സംഭാവന ചെയ്യാനുള്ളതല്ല സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റിയാണ് സനാതന ധർമ്മത്തെ. എന്തായാലും ഡൽഹിയിലെ അംബേദ്കർക്ക് വേണ്ടിയുള്ള സമരവും കേരളത്തിലെ സനാതന ധർമ്മ സംരക്ഷണവും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിനാദ്യം എന്താണ് സനാതന ധർമ്മം എന്ന് പരിശോധിക്കാം. ഹിന്ദുയിസത്തിന്റെ ഐഡിയോളജിയാണ് സനാതന ധർമ്മം, അഥവാ സനാതന ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഹിന്ദുക്കൾ എന്ന് പറയാം. സെമറ്റിക് മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ള ഒരു നിയമസംഹിതയല്ല സനാതന ധർമ്മം എന്നുള്ളത്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മനുസ്മൃതി പോലുള്ള നിയമസംഹിതകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആരാധനകൾ എന്നിങ്ങനെ എല്ലാം ചേർന്ന ഒരു ജീവിത രീതിയാണ് സനാതന ധർമ്മം. വർണ്ണവ്യവസ്ഥയും അതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോഴും ജാതി ഈ നാട്ടിൽ ആഴത്തിൽ വേരുറപ്പിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ ഒരു ആശയ സംഹിത ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് നിൽക്കുന്നത്. അല്ലാതെ ജാതി എന്നുള്ളത് ആരുടെയെങ്കിലും വ്യക്തിപരമായ തോന്നലോ കാഴ്ചപ്പാടോ ഉള്ളത് കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഒന്നല്ല. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ അംബേദ്കർ അപമാനിക്കപ്പെട്ടു എന്ന് കോൺഗ്രസിന് തോന്നുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയിലെ പല നഗരങ്ങളിൽ പോലും അംബേദ്കർ പ്രതിമകൾ തകർക്കപ്പെടുന്നതും വികലമാക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ്? അംബേദ്കർ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? അത് പരിശോധിച്ചാൽ മാത്രം ഇതിനുള്ള ഉത്തരം കിട്ടും. അങ്ങനെയൊരു അടുത്ത ബന്ധം ഡൽഹിയിൽ കോൺഗ്രസ് സംരക്ഷിക്കാൻ ഇറങ്ങുന്ന അംബേദ്കറിനും കേരളത്തിൽ VD സതീശൻ സംരക്ഷിക്കാൻ നോക്കുന്ന സനാതന ധർമ്മത്തിനും ഉണ്ട് എന്നുള്ളതാണ് രസകരമായ വസ്തുത. സനാതന ധർമ്മവും അംബേദ്കറുടെ ആദർശങ്ങളും തമ്മിലുള്ള ബന്ധം സംഘർഷത്തിന്റെയും ഒപ്പം ഒരു നീണ്ട പോരാട്ടത്തിന്റെയുമാണ്. ജാതി വ്യവസ്ഥയും പരമ്പരാഗത ഹിന്ദു ആചാരങ്ങൾ നിലനിർത്തുന്ന സാമൂഹിക അസമത്വങ്ങളെയും അംബേദ്കർ ശക്തമായി വിമർശിച്ചിരുന്നു. സനാതന ധർമ്മത്തിന്റെ സംരക്ഷകനായി പോരാട്ടത്തിനിറങ്ങുന്ന VD സതീശൻ ആദ്യം എതിർക്കേണ്ടത് പിണറായി വിജയനെയല്ല, മറിച്ച് അംബേദ്കറിനെയാണ്. ദളിതർക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാമൂഹിക അടിച്ചമർത്തൽ ടൂളായാണ് ഈ ദർശനത്തിന്റെ അകക്കാമ്പായ ജാതി വ്യവസ്ഥയെ അംബേദ്കർ കണ്ടിരുന്നത്. അംബേദ്കറുടെ മുഴുവൻ ജീവിതവും അതിനെതിരെയുള്ള വിമർശനവും പോരാട്ടവുമായിരുന്നു. ഹിന്ദു മതഗ്രന്ഥങ്ങളിലും ആചാരങ്ങളിലും ജാതി വ്യവസ്ഥ ആഴത്തിൽ വേരൂന്നിയതാണെന്ന് അംബേദ്കർ വാദിച്ചു. സനാതന ധർമ്മത്തിന്റെ ഭാഗമായ അതായത് ഹിന്ദു ആചാരങ്ങളുടെ യാഥാസ്ഥിതികതയുടെ കാഠിന്യത്തെയും അംബേദ്കർ നിരന്തരം വിമർശിച്ചു. സമത്വത്തിനും സാമൂഹിക നീതിക്കും ഊന്നൽ നൽകുന്ന ഹിന്ദുമതത്തിന്റെ പൊളിച്ചെഴുത്തിനാണ് അംബേദ്കർ ശ്രമിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അംബേദ്കറുടെ ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനം തന്നെ ഹിന്ദുമതത്തിന്റെ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തോടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള തന്റെ ദർശനവുമായി പൊരുത്തപ്പെടുന്ന കൂടുതൽ സമത്വവും യുക്തിസഹവുമായ ഒരു മതമായി അദ്ദേഹം ബുദ്ധമതത്തെ വീക്ഷിച്ചു. ഇനി ശിവഗിരിയിലെ കാര്യമെടുക്കാം. ശ്രീനാരായണ ഗുരു ഹിന്ദുധർമ്മത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയായിരുന്നോ അതിന്റെ യാഥാസ്ഥിതികമായ കാഠിന്യത്തിനെതിരെ അതായത് ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണോ ഈ ക്ഷേത്രങ്ങളൊക്കെയും സ്ഥാപിച്ചതെന്ന് VD സതീശൻ തന്നെ വ്യക്തമാക്കുമെന്ന് കരുതാം. ലെഫ്റ്റുമല്ല റൈറ്റുമല്ല, അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം മോഡേൺ ഹിന്ദുക്കളെ
ഇന്ന് ഇന്ത്യയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. മോഡേണായി നടന്നുകൊണ്ട് പഞ്ചസാരയിൽ മുക്കി കടുത്ത വലതുപക്ഷവാദത്തെ വിൽക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. കേരളത്തിൽ അതിന്റെ ആൾ നമ്മുടെ രാഹുൽ ഈശ്വറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ് സനാതന ധർമ്മം വിമർശനാതീതവും കുറ്റമറ്റവുമാണ്. എന്നാൽ അതിലെ കുഴപ്പങ്ങളെല്ലാം പണ്ടത്തെ ഓരോ രാജാക്കന്മാർ ഉണ്ടാക്കിയതാണ് എന്നത്. നേരത്തെ ഉദയനിധി സ്റ്റാലിന്റെ സനാതനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുമായി ബന്ധപ്പെട്ടൊക്കെ ഇക്കാര്യം ടെലിവിഷൻ ചർച്ചകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതേ ഡയലോഗ് നമുക്ക് വീണ്ടും ഇപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കാം. തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ. ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ അതിന്റെ സാങ്കത്യത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത്. സനാതന ധർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അതിനകത്തൊരു വർഗീയതയില്ല. എന്തായാലും ആൾ വി ഡി സതീശനായതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും ചോദിക്കില്ലെന്ന് കരുതാം. രമേശ് ചെന്നിത്തലക്കൊപ്പം നിൽക്കുന്ന NSSനെയും ഒപ്പം SNDPയെയും ഈ പ്രസ്താവന കൊണ്ട് കൂടെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അംബേദ്കറിന് വേണ്ടി ശബ്ദമുയർത്താനും സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിനായി പടപൊരുതാനും കോൺഗ്രസിനും കഴിയട്ടെ. ബ്രാഹ്മണിക്കൽ ഇടതുപക്ഷത്തിന്റെ വക്താവായ പിണറായി വിജയൻ പുരോഗമന സനാതന ധർമ്മത്തെ ബ്രാഹ്മണിക്കലാക്കി മാറ്റി സംഘപരിവാറിന് കൊടുക്കാൻ നീക്കം നടത്തിയതായും അതിനെ VD ചെറുത്തു തോൽപ്പിച്ചതായും ജമാഅത്തെ ഇസ്ലാമിയുടെ പേറോളിലുള്ള അംബേദ്കറൈറ്റുകൾ ദീർഘമായി ലേഖനം എഴുതുമെന്നും പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.